ഹലോ, ഈ ഒരു വ്ളോഗ് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളാട്ടോ. ഇപ്പം ഞാൻ ഒരുങ്ങി നിൽക്കുന്ന കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാനാ. ഇത് പല പല ദിവസത്തെ വ്ളോഗുകൾ കുറച്ച് എന്തൊക്കെയോ എടുത്ത് വെച്ചേക്കുന്നൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ വരാറുണ്ട് കേട്ടോ. ചേച്ചി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്, ഞങ്ങൾക്കും ചേച്ചിനെ പോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരു ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ പ്രോസസ്സൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അതൊക്കെ റീലായിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഫസ്റ്റൊക്കെ ഓർഡർ എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആദ്യമൊന്നും ഓർഡർ ഉണ്ടായില്ല. പിന്നെ പയ്യെ ചില റീല് വൈറലായി. അങ്ങനെ ഇനി മെറ്റീരിയൽ എടുക്കാൻ കാശില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. അതായത് ടൈലറിങ് ഷോപ്പിൽ പോവുക. അവിടെ അവർ വേസ്റ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അതൊരു 1/2 മീറ്റർ 1 മീറ്ററൊക്കെ വേണേൽ കിട്ടും. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽ എല്ലാം കൂട്ടി നിങ്ങൾ നല്ല നല്ല ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുക. ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചിലപ്പോൾ കാണും. അവർ മാറ്റി വെച്ചതൊക്കെ ചിലപ്പോൾ നമുക്ക് തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ട് അതിലൊക്കെ മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങും ക്ലിയർ ആവും. അങ്ങനെയൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇന്ന് കൊടുക്കാനുള്ള കേട്ടോ ഒരു ക്രോപ്പ് ടോപ്പ്. ഇതൊരു എ-ലൈൻ ഡ്രസ്സാട്ടോ. പിന്നെ ഈ സ്ക്വയർ നെക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ്. പിന്നെ ഈ ഒരു ടോപ്പ്. ഇത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയിട്ട് ഒരുപാട് നാളായെങ്കിലും ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ജനുവരി 1 ഞാൻ തീരുമാനിച്ചായിരുന്നു കുറച്ചെണ്ണം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. ഇന്ന് കൊടുക്കേണ്ടത് 2 ഉള്ളൂ കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടോപ്പും. ഇത് 2 സെല്ലായി. പിന്നെ നമ്മുടെ പേജിൽ നിന്ന് സാധാരണ ഒരു ടോപ്പും. ഇത് 3 ഇന്ന് കൊടുക്കണം കേട്ടോ. ഈ മെറ്റീരിയൽ തീർന്നു പോയി. ഞാൻ 40-50 അങ്ങോട്ട് മീറ്റർ മേടിച്ച് വെച്ചായിരുന്നു. പക്ഷെ അത് തീർന്നു. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ സമയം വൈകിട്ടായി കേട്ടോ. ഒരു 7:45 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ഇതും കുറച്ച് ഇതും കൂടെ ഉണ്ടായിരുന്നു. വിഷൻ ബോർഡ് ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ ഞാനിങ്ങനെ അടുക്കി വെച്ചു. അപ്പോൾ ഇത് ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇത്രയും കുഞ്ഞാക്കിയല്ല പ്രിൻ്റ് എടുക്കാതിരുന്നത്. അവളുടെ കയ്യിൽ കൊടുത്ത് വിട്ടപ്പോൾ അവളിങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ സാരമില്ല. ഇത് ഞാൻ എൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ ഡ്രീം ബുക്ക് എന്നൊക്കെയാണ് പേരിട്ടേക്കുന്നത്. വലിയ ഡ്രീമൊന്നും ഇല്ല, എന്നാലുണ്ട്. അപ്പം ഈ വർഷം ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ നോക്കാം. അപ്പം ഞാനിതിൽ ഒട്ടിക്കാൻ പോവാം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റാപ്ലയർ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്താക്കാം. പിന്നെ താഴെ എഴുതിയും കൂടെ വെക്കണമെന്ന് തോന്നി. ഇതെന്തുവാണ്, എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണ്ട അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും അത്രയ്ക്ക് എനിക്കല്ല. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം. പിന്നെ ഈ സ്റ്റാപ്ലയറും കൂടെ എത്തണമല്ലോ. എൻ്റെ പശ കാണുന്നില്ല. 2025 എടുത്ത് മണ്ടാക്കി വെക്കാം. പിന്നെ എനിക്കൊരു ക്ലോക്ക് വാങ്ങണമെന്നുണ്ട്. ഇങ്ങനെ നീട്ടി വെക്കാണ്.
പിന്നെ ഇട്ടു. ദാ വീണ്ടും വന്നു. കിട്ടുന്ന പോലും ഇല്ലല്ലോ. എല്ലാം ഈ മൂലയ്ക്ക് തന്നെ പെട്ടു പോകുന്നു. ഇതുണ്ടോ ഫ്ലവർ ക്ലിപ്പ്? ഇത് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ബൊക്കയുടെ ഒരു റീല് ഞാൻ കണ്ടു. ബൊക്കയായിട്ട് ചെയ്യുന്നത്. അതേപോലെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ട് സെൽഫായിട്ട്. ട്രൈ. കശു തൊട്ട് മണി. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കാം. എൻ്റെ ആയിരുന്നു വിഷൻ ബോർഡ്. ഇന്നത്തെ ചടങ്ങ് അവസാനിച്ചപ്പോൾ 1 മണിയായി ഗൈസ്. 1 മണി. ഇത് നിറച്ചും വേസ്റ്റാണ്. കുറച്ച് നേരത്ത് പോയതാട്ടോ. ഇത്ര ഒന്നും ഞാൻ നിരത്തിടാറില്ല. ഇന്ന് കുറേ വെട്ടാനുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ കാണുന്നത്. ആദ്യം നമുക്ക് കൈ കൊണ്ട് കോരിയിടാം. എൻ്റെ ബക്കറ്റ് നിറഞ്ഞു. എൻ്റെ വേസ്റ്റ് ഇതൊക്കെയാണ്. നിറച്ചും തുണിയും. ഇതേപോലെ ഓരോന്നും. കുറേ ബില്ലുകൾ കാണും. തുണിയുടെ ബില്ലുകൾ. മൊത്തം പൊടി. കുറച്ച് സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കി.